Design Studio 5th Anniversary and Business Meet BFIL Interiors Logo Unveiling ചടങ്ങിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് ശ്രദ്ധ നേടിയ ഒരു സ്ഥാപനമാണ് ബികോട്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അമരത്ത് ഷീജ പ്രദീപും അതുപോലെ തന്നെ പ്രസിദ്ധുമാണ്. സദാ സന്നദ്ധരായ എനർജറ്റിക് ടീമിൽ 300-ലേറെ ജീവനക്കാരാണ് ഉള്ളത്. ഈ ഒരു സന്തോഷ നിമിഷത്തിൽ 5th ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് നമ്മൾ ബിഫിൽ ഇൻറ്റീരിയേഴ്സിൻ്റെ ഉദ്ഘാടനം കൂടി ഈ ഒരു വേദിയിൽ വെച്ച് നടത്താൻ വേണ്ടി പോവുകയാണ്. അതിനു മുൻപ് ബികോട്സിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് LED വാളിൽ കാണാവുന്നതാണ്. ലെറ്റ്സ് സീ ദ വീഡിയോ. വീട് ഏവരുടെയും ഒരു സ്വപ്നമാണ്. നിങ്ങളുടെ ആ സ്വപ്നത്തിന് ജീവൻ പകരാൻ ഞങ്ങളുണ്ട്. ബികോട്സ് വീട്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എന്നിവയുടെ നിർമ്മാതാക്കൾ. പ്രോജക്ട് മാനേജ്മെന്റ്, കൺസൾട്ടേഷൻ, ഡിസൈൻ, റിനോവേഷൻ, ഇന്റീരിയർ ഡിസൈൻ, ലാൻഡ്സ്കേപ്പിംഗ്. 5 വർഷത്തെ പ്രവൃത്തി പരിചയം, സംതൃപ്തരായ നിരവധി കസ്റ്റമേഴ്സ്. നിശ്ചിത സമയത്ത് ഉചിതമായ ബജറ്റിൽ നിർമ്മാണം പൂർത്തീകരിച്ചു നൽകുന്നു. നിർമ്മാണ പുരോഗതി ഓരോ ദിവസവും കസ്റ്റമറിലേക്ക്. ക്യാമറ വഴി സൈറ്റുകളിലെ ജോലി നേരിട്ട് കാണാം. കണ്ണൂർ ചൊവ്വയിൽ തുടക്കം. ഇന്ന് കണ്ണൂർ, കോഴിക്കോട്, വയനാട്, എറണാകുളം ജില്ലകളിൽ നിർമ്മാണ രംഗത്തെ വിശ്വസ്ത നാമം. അമരത്ത് ഷീജ പ്രദീപും പ്രസിദ്ധും. സദാസന്നദ്ധമായ എനർജറ്റിക് ടീമിൽ 300-ലേറെ ജീവനക്കാർ. പണി പൂർത്തിയാക്കി കെട്ടിടം കൈമാറിയ ശേഷവും കസ്റ്റമറുമായുള്ള അവസാനിക്കാത്ത ബന്ധം. ക്വാളിറ്റിയിലും കൃത്യതയിലും വിട്ടുവീഴ്ചയില്ല. മുടക്കിയ തുകയ്ക്ക് എന്നും ഉപഭോക്താവിന് സംതൃപ്തി. വേഗമാകട്ടെ നിങ്ങളുടെ സ്വപ്നവും പൂവണിയാം ബികോട്സിലൂടെ. ബികോട്സ്. ഈ ഒരു വേദിയിലേക്ക് നമ്മുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തിയായി എത്തിയിരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ സാറിനെ, അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ ബികോട്സ് ഷീജ പ്രദീപ് അവർകളെ തുടങ്ങിയ വിശിഷ്ട വ്യക്തികളെ ഈ ഒരു വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ, അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ ബികോട്സ് ഷീജ പ്രദീപ്, സുരേഷ് ബാബു എളയാവൂർ അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്, എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മഹേഷ് ചന്ദ്ര ബാലിക, അതുപോലെ തന്നെ MMV മൊയ്തു സാർ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിഖിൽ കുമാർ, ബിഫിൽ ഡയറക്ടർ നിഖിൽ കുമാർ, ബികോട്സ് അഡ്മിനിസ്ട്രേഷൻ ജസ്ന വേണുഗോപാൽ, ഫിനാൻസ് മാനേജർ ബികോട്സ് പൂർണേന്ദു തുടങ്ങിയ വിശിഷ്ട വ്യക്തികളെ ഈ ഒരു വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി വെൽക്കം സ്പീച്ചിനായി I would like to invite ബികോട്സ് മാനേജിംഗ് ഡയറക്ടർ ഷീജ പ്രദീപ്. പ്ലീസ് വെൽക്കം. 5th ആനിവേഴ്സറി ആൻഡ് ബിസിനസ് മീറ്റിൻ്റെ ബികോട്സിൻ്റെ ഈ ചടങ്ങിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമായ സ്വാഗതം. പരിപാടിയിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ ടി.ഒ. മോഹനൻ സാറിനെ സാദരം സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഒരു വിശിഷ്ട വ്യക്തി തന്നെ ഈ പരിപാടി മെയിൻ ഗസ്റ്റായിട്ട് വരണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു ആർട്ടിക്കിൾ വായിക്കാനിടയായി. അങ്ങനെയാണ് ഞാൻ ആ വിശിഷ്ട വ്യക്തിയിലേക്കുള്ള എൻ്റെ ഒരു കണ്ടെത്തൽ എത്തുന്നത്. അതെനിക്ക് അത്രയും മനസ്സിൽ തട്ടിയിട്ട് ഞാൻ വിളിച്ചതാണ്. ഞാൻ കൃഷ്ണമേനോൻ വനിതാ കോളേജിൻ്റെ ഇക്കണോമിക്സ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ പ്രസാദ് സാറിനെ ഈ വേദിയിലേക്ക് സാദരം സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബികോട്സ് എന്ന സ്ഥാപനം ഞാൻ 5 വർഷം മുന്നേ തുടങ്ങുന്ന സമയത്ത് വളരെ ചെറിയ ഒരു സ്ഥാപനമായിട്ടാണ് ഞാൻ ആരംഭിച്ചതെങ്കിലും ഇന്ന് 300ഓളം ജീവനക്കാർക്ക് അതിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാനും ഞങ്ങളുടെ കൂടെ സപ്പോർട്ടീവായിട്ട് നിന്ന് വർക്ക് ചെയ്യാനുള്ള അവസരം ഇന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കമ്പനി റൺ ചെയ്യുക എന്നുള്ള ഒരു ധാരണയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതായത് ഞാനും പ്രസിദ്ധും ഈ ഒരു ജസ്നയും ചേർന്ന് ഒരു കമ്പനി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു തരത്തിലും അറിവുണ്ടായിരുന്നില്ല ഒരു കമ്പനി എന്താണ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സപ്പോർട്ടീവും സാമ്പത്തികമായാലും ശരി, ഫിനാൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഏറ്റവും നല്ല ഉപദേശം തന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജേഷ് സാറിനെയാണ്. രാജേഷ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് അതായത് ഒരു കാലഘട്ടത്ത് കലാഗുരുകുലം എന്നൊരു സ്ഥാപനം നിങ്ങൾക്ക് ഏവർക്കും പരിചിതമായിരിക്കും. കണ്ണൂരിൻ്റെ ഹൃദയഭാഗത്ത് ഒരു കലാഗുരുകുലം എന്നൊരു സ്ഥാപനമുണ്ട്. ഇപ്പം എല്ലാവരുടെയും മക്കൾ, ഇപ്പം ഞങ്ങളൊക്കെ എന്ത് ബിസിനസ് മാൻ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ മക്കളുടെ കാര്യത്തിൽ കുറച്ചും കൂടെ പ്രിസർവ്ഡ് ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഞങ്ങൾ അവിടെയാണ് യതീന്ദ്രൻ മാഷിനെ ഞാൻ അവിടെ കണ്ടുമുട്ടുന്നത്.
രതീന്ദ്രൻ മാഷെ ഞാൻ ഈ പരിപാടിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. പിന്നെ ഞാനിപ്പം ഈ സ്റ്റേജിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് പോലും ഒരു സംഘടനയുടെ പിൻബലത്തിലാണ്. സംഘടനയല്ല, ഒരു ഓർഗനൈസേഷൻ. അത് ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട BNI മെമ്പേഴ്സാണ്. ആ BNI മെമ്പേഴ്സിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനാക്കിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ജോർജ് സാറാണ്. ഒരു കമ്പനി തുടങ്ങണമെന്ന ആശയവുമായി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഞാൻ സാറിനെ വിളിച്ചു. സാർ, എനിക്ക് വേറെ ഒരാളുടെ വർക്കിൽ ചെയ്തുകൊണ്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, എനിക്കൊരു ജോലി സ്വന്തമായിട്ട് തുടങ്ങണം. അപ്പോൾ സാറ് ഒരു ഉപേക്ഷയും കാണാതെ സാറിൻ്റെ ഒരു ഓഫീസിൻ്റെ പകുതി ഭാഗം തന്നുകൊണ്ട് എന്നെ ഇന്ന് ഈ നിലയിൽ വളർത്തിയതിൽ സാറിനാണ് ഏറ്റവും കൂടുതൽ പങ്കുള്ളത്. ജോർജ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാർ ആർക്കിടെക്റ്റാണ്, എന്നിട്ട് കൂടെ ഞങ്ങളെ നല്ലൊരു ഗോഡ് ഫാദർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറയാൻ പറ്റിയ ഒരാളാണ് ആർക്കിടെക്ട് ജോർജ് സർ. അതോടൊപ്പം തന്നെ ഇന്നിപ്പം ഞാനോ പ്രഷിത്തോ മാത്രമായാൽ ഒരു ബികോഡ്സോ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമോ ആവുന്നില്ല. അതിന് ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ സഹപ്രവർത്തകർ, കൂട്ടുകാരാണ്. ഞങ്ങൾ ഒരിക്കലും അവരെ സ്റ്റാഫായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല, ഞങ്ങൾ ആ ഒരു രീതിയിൽ ഒരു ബോണ്ടിങ്, ഞങ്ങളുടെ വർക്കേഴ്സ്. ആക്ച്വലി ഞങ്ങൾ ഈ ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്തിൽ ഡിസൈനിങ് മാത്രം അല്ലെങ്കിൽ പെർമിറ്റ് മാത്രം എടുത്തിട്ട് തുടങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു. ആ സമയത്ത് ഇതല്ല ഷീജ, നിങ്ങളെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് കൺസ്ട്രക്ഷനിലേക്ക് കാലെടുത്ത് വെപ്പിച്ചത് ഞങ്ങളുടെ ബിജുവേട്ടനാണ്. ബിജുവേട്ടൻ ഇന്ന് വേദിയിലില്ല, സ്വാഗതം പറയുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്ലയൻസിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഒരുപാട് വ്യക്തികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, പിന്നെ ബികോഡ്സിൻ്റെ മാനേജിംഗ് പാർട്ണറായ പ്രഷിത് വത്സലൻ, സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ബികോഡ്സ് എന്നുള്ള സ്ഥാപനം തുടങ്ങിയപ്പോൾ ഞങ്ങളെ ക്ലയൻറ്റ് നിരന്തരമായിട്ട് ഞങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളെ ക്വാളിറ്റി തന്നെ എനിക്ക് വേണം, നിങ്ങൾ തന്നെ ഇൻറ്റീരിയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാലം ഒരു ബ്രീത്തിങ് ടൈം എടുത്തത് ഞങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ടാണ്. ഇപ്പം ഞങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ നിഖിൽ ഞങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. നിഖിലിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. അടുത്തതായി ബികോഡ്സ് 5th ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ഇനാഗ്രേഷനാണ്. അതിനു മുൻപായി ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നമ്മുടെ ഇനാഗ്രേഷൻ ചടങ്ങ് ആരംഭിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ സാർ തുടങ്ങി വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ഏറ്റവും ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ടി.ഒ. മോഹൻ സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ച് ഇതിൻ്റെ MD ശ്രീമതി ഷീജ പ്രദീപ്, അതുപോലെ തന്നെ വേദിയിലുള്ള ഏറെ പ്രിയങ്കരായ വിശിഷ്ട വ്യക്തികൾ ശ്രീ S.B. പ്രസാദ്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓഫ് എക്കണോമിക്സ്, കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെൻറ് വുമൻസ് കോളേജ്, ആർക്കിടെക്ട് ശ്രീ ജോർജ് കെ തോമസ്, അതുപോലെ തന്നെ ജിഷ്മ, രാജേഷ് കുറേ പേരുണ്ട്, പ്രഷിത് KC ഉൾപ്പെടെ വേദിയിൽ, അതുപോലെ തന്നെ BNI മെമ്പേഴ്സ് ജസ്ന വേണുഗോപാൽ, പൂർണേന്ദു, നിഖിൽ കുമാർ, മറ്റ് വ്യത്യസ്ത മേഖലകളിൽ നിന്ന് എത്തിപ്പെട്ടിരിക്കുന്ന പ്രമുഖ വ്യക്തികൾ, ബികോഡ്സുമായിട്ട് ബന്ധപ്പെടുന്ന കസ്റ്റമേഴ്സ്, ഇവിടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കളെ,
ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംരംഭം ആരംഭിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. പലർക്കും പുതുതായി ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ അത് വിജയിക്കുമോ, ഇതെവിടം വരെ എത്തും, നഷ്ടം വരുമോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ആശങ്കകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അവരെ ഒന്ന് മാനസികമായി അവർക്കൊന്ന് കരുത്ത് നൽകി ആത്മവിശ്വാസം നൽകിയാൽ ചില സംരംഭങ്ങൾ നമ്മുടെ മുമ്പിൽ പിടിച്ചാൽ കിട്ടില്ല. ഇന്ന് ലോകത്ത് തന്നെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ചില വലിയ പ്രസ്ഥാനങ്ങളുണ്ട്. അതും ഇതുപോലെ ചെറിയൊരു സംരംഭമായിട്ടൊക്കെ ആരംഭിച്ചതാണ്. ഇത് കൺസ്ട്രക്ഷൻ മേഖലയാണ്. അത് അതിൻ്റേതായ പരിമിതികളുണ്ട്. പക്ഷേ പരിമിതികളല്ല, ഇന്ന് കൺസ്ട്രക്ഷനും ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ നിശ്ചയദാർഢ്യം, ആത്മവിശ്വാസം, അത് നല്ല മനക്കരുത്ത് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ മാത്രമല്ല അത് വലിയ സംരംഭമാക്കി ഒരു സ്ഥലത്തല്ല ഒരുപാട് സ്ഥലത്ത് വ്യാപിപ്പിക്കാൻ വേണ്ടി കഴിയും. ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ പോയതാണ്. നമുക്കറിയാം, ജ്യോതി ലബോറട്ടറീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ ഉജാലയൊക്കെ തുടങ്ങിയ ചെറിയ സംഭവമായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഇന്നിപ്പോഴും നമുക്ക് ലോകത്ത് തന്നെ ഏറ്റവും വലിയ സംഭവമായിട്ട് മാറിയാണ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്നെ കേരളത്തിൽ നിന്ന് ചെറുതായിട്ട് ആരംഭിച്ച് വലിയ, കാരണം ഇന്ന് സ്വന്തമായി ഒരു വീട് എന്ന് പറയുന്നൊരു സങ്കല്പം ഇല്ലാത്തത് ആരാണുള്ളത്? അതൊരു സ്വപ്നമാണ് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. അത് വലുതാവട്ടെ ചെറുതാവട്ടെ. ചിലർക്ക് സമ്പത്തിനനുസരിച്ച് വലിയ വീടുകൾ തന്നെ നിർമ്മിക്കുന്നു. ചിലർ സമ്പത്തില്ലെങ്കിൽ പോലും അടച്ചുറപ്പുള്ളൊരു വീട്, സ്വന്തമായി കയറിക്കിടക്കാൻ ഒരു വീട് എന്ന സ്വപ്നം. ചിലർക്ക് നല്ല പണം ഉണ്ടാകും കയ്യിൽ, പക്ഷേ അത് സ്വന്തമായി യാഥാർത്ഥ്യമാക്കാൻ, പ്രാവർത്തികമാക്കാനുള്ള കഴിവില്ലാതെ എനിക്കറിയുന്ന ആളുകളുണ്ട്. അവർ വാടക വീട്ടിങ്ങനെ മാറിക്കൊണ്ട് പണമുണ്ട്, പക്ഷെ അത് തിരഞ്ഞെടുത്തിട്ട് നടക്കാതെ പോയ ഒരുപാട് ആളുകളുണ്ട്. പണമൊന്നും കയ്യിലില്ലെങ്കിൽ പോലും ഉള്ളത് സ്വരുക്കൂട്ടി വെച്ച് ചെറിയ ചെറിയ രൂപത്തിൽ ആരംഭിച്ച് ഈ പറഞ്ഞ സമ്പത്തുള്ളവനേക്കാൾ മനോഹരമായ വീട് അവസാനം ഒത്തിരി വർഷത്തെ പ്രയത്നത്തിന് ശേഷം പൂർത്തിയാക്കിയ ആളുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരാളുണ്ട് എൻ്റെ നാട്ടിൽ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ആളാണ്. അവർക്ക് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ വീട് നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട് കുറേ 5-6 വർഷത്തിന് ശേഷം ഒരു വീട് നിർമ്മിച്ച് അതിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിന് എന്നെ ക്ഷണിച്ചു. ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ കണ്ടത് സാമാന്യം മോശമല്ലാത്തൊരു വീടാണ്. പക്ഷെ ആ വീടിനകത്ത് ഞാൻ കണ്ടത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ വീടിൻ്റെ വലിപ്പമൊക്കെ ഉണ്ട്, പക്ഷേ വീട്ടിലൊരു സൗകര്യമില്ല. സൗകര്യമില്ല എന്ന് മാത്രമല്ല, അതിനകത്ത് കാരണം ജനൽ എന്ന് പറയുന്ന സംവിധാനം ഇല്ല. ജനലിൻ്റെ സ്ഥലത്തുള്ളതെല്ലാം ജനലിൻ്റെ അതേതായ സ്ഥലം കൃത്യമായിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ സാധാരണ പഴയ കാലത്താണ് മൺകട്ട കൊണ്ട് ഫില്ല് ചെയ്ത് കുറച്ച് ഓൾസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് എന്താണ്, അപ്പോൾ അവർ പറഞ്ഞത് ദീർഘവീക്ഷണത്തോടെ ചെയ്ത കാര്യമാണ്. കാരണം ഇപ്പോഴും കയ്യിൽ കാശില്ല. ഞങ്ങൾ ചെറിയ വീട് 3 പെൺമക്കൾ ഉൾപ്പെടെ 3 മക്കളാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വീട് വിപുലപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമായിരിക്കും, വലിയ സാമ്പത്തിക ബാധ്യത വരും. അപ്പോൾ നമ്മുടെ മനസ്സിനകത്തുള്ള വീടിൻ്റെ ഒരു സ്കെൽട്ടൻ ഉണ്ടാക്കി വെക്കുക. ആ ജനലൊക്കെ മരം വാങ്ങാൻ കാശില്ല, അതിന് പകരം അവിടെ മൺകട്ട വെച്ച് ഫില്ല് ചെയ്തു. ഇതിന് ഫ്ലോന് വേണ്ടിയിട്ട് ചെറിയ ഓൾസാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കയറി കിടക്കാനുള്ള വീടായി. കുറച്ച് കഴിഞ്ഞാൽ ആ പണമൊക്കെ സ്വരൂപിച്ച് എല്ലാ സ്ഥലത്തും ജനലങ്ങ് വെക്കാം, പിന്നെ അകത്ത് വാതിൽ വെക്കാം, പിന്നെ നിലത്ത് ഫ്ലോർ ചെയ്യാം. അപ്പോൾ എത്രമാത്രം നല്ലൊരു ആശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ആശയമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറ്റും, ഓരോ ആളത് പൂർണ്ണതയിലേക്ക് എത്തിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇന്ന് അതൊന്നും സാധ്യമല്ല. ഇന്നെന്താണ്, ഇന്ന് ഒരു കൺസ്ട്രക്ഷൻ ടീമിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ പിന്തുണ ഇല്ലാതെ തന്നെ നിർമ്മിക്കാൻ വലിയ തടസ്സമാണ്. പഴയകാലത്തെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് എന്ന് പറയുന്നതല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ അതൊന്നും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത്തരം ആളുകളുമില്ല. മുമ്പ് നമ്മൾ ദിവസവേതനത്തിനൊക്കെ ആളുകളെ കൊണ്ടുപോകണമെന്ന് ഈ നിർമ്മാണമൊക്കെ നടത്തിയെങ്കിൽ ഇന്നെല്ലാം സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ആ നിലയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകളെല്ലാം അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകളാണ് ഈ നിർമ്മാണമൊക്കെ നടത്തുന്നത്. അപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ ഈ സംരംഭത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വിശ്വാസ്യത തന്നെയാണ്. ഇവിടെ പറഞ്ഞല്ലോ, നിങ്ങൾ തന്നെ ചെയ്യണം, നിങ്ങളിലാണ് വിശ്വാസം എന്ന് പറയുന്നത്. അവർ ചെയ്ത ഒരു പ്രവൃത്തി, ഒരു നിർമ്മാണം നേരിട്ട് കാണുകയും അത് ബോധ്യം വരികയും ചെയ്യുമ്പോഴാണ്.
അല്ലെ ആർക്ക് വേണ്ടിയാണോ നിർമ്മിച്ചത് ആ നിർമ്മിക്കപ്പെട്ട വീടിൻ്റെ ഉടമസ്ഥനോട് സംസാരിക്കുമ്പോൾ അവർ കൊടുക്കുന്ന ഫീഡ്ബാക്കാണ്. അത് തന്നെയാണ്, ആ ഗുഡ് വില്ലാണ് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം തുടരാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്നത് എന്നതാണ്. ഇപ്പോൾ ഡി കോഡ്സ് ഇവിടെ പറഞ്ഞു 5 വർഷം പൂർത്തിയാവുന്നു. 5 വർഷം ചെറിയൊരു കാലയളവാണ് ഒരു സംരംഭത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു കൺസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം. ജോർജ് സാർ ഇവിടെ ഇരിക്കുന്നു. 5 വർഷം ചെറിയൊരു കാലയളവ്. പക്ഷേ ഈ 5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് വളരെ നന്നായിട്ട് തന്നെ പൊതുസമൂഹവുമായിട്ട് കസ്റ്റമേഴ്സുമായിട്ട് ഇത്രമാത്രം ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, വിശ്വാസ്യത തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വീട്, ആ വീടിൻ്റെ ഓരോ ആളുകൾക്ക് ഞാനൊക്കെ വീട് വെച്ച ആളാണ്. അപ്പം നമുക്കറിയാം എന്താണ് അതിൻ്റെ എഫേർട്ട്, അത്രമാത്രം നമ്മളതിന് കഷ്ടപ്പാടില്ല നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ. അപ്പം ആളിൻ്റെ ടെൻഷൻ അതൊന്ന് മാറ്റി അത് കയ്യിലേക്കെടുത്ത് അവർക്ക് വേണ്ടത്ര, കാരണം ഒരു നല്ല ഒരു കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് നിർമ്മിച്ചാൽ അതിനോടൊപ്പം ആ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആർക്കിടെക്ട്സ് ആയാലും അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ആയാലും അവരിൽ വിശ്വാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് വിദേശത്ത് നിൽക്കുന്ന ആൾക്കും നാട്ടിലുള്ള കൺസ്ട്രക്ഷൻ ഒന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. ബഹുമാനായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സുരേഷ് ബാബു അളിയാവൂർ, അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഏതായാലും ഇതൊരു നല്ല, കാരണം ജനങ്ങളുടെ പിന്തുണ ലഭിക്കുക. ഇന്നിപ്പോൾ എല്ലാ സംരംഭങ്ങളും ആരംഭിക്കുമ്പോൾ അത് പബ്ലിക്കിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു നിർണായകമായ ഘടകമാണ്. അപ്പോൾ അത് കസ്റ്റമേഴ്സിനെ വിളിച്ച് കസ്റ്റമേഴ്സ് മീറ്റ് എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ വാർഷികാഘോഷം എന്ന പേരിൽ നടത്തി അതിൻ്റെ ഒരു പ്രചാരം കൂടി നമ്മൾ ലക്ഷ്യമിടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും നല്ല ഈ സംരംഭം ജനവിശ്വാസം ആർജിച്ചു. ഏതായാലും കണ്ണൂർ നഗരത്തിലേക്ക് ഒരുപാട് ഓഫീസുകൾ ഉണ്ടാകട്ടെ, ഒരുപാട് ജീവനക്കാരുണ്ടാകട്ടെ. ഇത് നാൾക്ക് നാൾ വർദ്ധിച്ച് നല്ല ഒരു വലിയ വിപുലമായ ഒരു കൺസ്ട്രക്ഷൻ ഗ്രൂപ്പായിട്ട് ഭാവിയിൽ ഒരു നല്ല പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ടൊക്കെ വരാൻ ഇടയാവട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ ഞാൻ ഇവിടെ BNIയെ കുറിച്ച് പറഞ്ഞു. നല്ല ഏറ്റവും വിശ്വാസ്യതയിൽ തന്നെ അവരുടെ, കാരണം ആ ഗ്രൂപ്പ് അങ്ങനെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ സപ്പോർട്ടിന് ആളുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ സപ്പോർട്ട് കൂടി വാങ്ങിയെടുത്തുകൊണ്ട് എല്ലാവരുടെയും വിശ്വാസം നേടിയെടുത്തുകൊണ്ട് നന്നായിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, ആശംസിക്കുവാനുള്ളത്. ഏതായാലും ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. 5 വർഷം, ഇനി ഓരോ വർഷവും വാർഷികാഘോഷം ഒക്കെ നടത്താം, അല്ലെങ്കിൽ 10 വർഷത്തേക്ക് ഇതിൻ്റെ തിങ്ങി നിറഞ്ഞ്, കാരണം ഓരോ ദിവസം കഴിയുന്തോറും കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടി വരും. ആ കസ്റ്റമേഴ്സും അതുപോലെ തന്നെയുള്ള ജീവനക്കാർ, അതുപോലെ തന്നെയുള്ള ഇടപാടുകാരൊക്കെ കൂടി വരും. അപ്പോൾ അവരെയൊക്കെ വിളിച്ചുകൊണ്ടൊരു മഹാസംഗമം നടത്താൻ ഒരു 10 വർഷം പൂർത്തിയാകുമ്പോൾ വേദിയാവട്ടെ. ഇതിനേക്കാളും വലിയ ഹാളിൽ തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ തിങ്ങി നിറഞ്ഞ ജനസഞ്ചയമൊക്കെ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ദീർഘമായിട്ട് സംസാരിക്കേണ്ട ഒരു വേദിയല്ല, ഇതൊരു ബിസിനസ് മീറ്റാണ്. ഈ മീറ്റിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഈ വാർഷികാഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നിർത്തുന്നു. ജയ് ഭാരത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഏറ്റവും ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേഷ് ബാബു അളിയാവൂർ സാർ എത്തിയിട്ടുണ്ട്, സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആപ്തശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ പ്രപഞ്ച്, അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേഷ് ബാബു അളിയാവൂർ, അദ്ദേഹത്തെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ആദരണീയനായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കണ്ണൂരിൻ്റെ, നമ്മളെല്ലാം വെറുതെ ഔപചാരികമായി സ്വന്തം എന്ന് പറയാറുണ്ടെങ്കിലും കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് കണ്ണൂർ ജനതയുടെ, കണ്ണൂർ നഗരത്തിൻ്റെ കയ്യൊപ്പ് സ്വന്തം ഹൃദയത്തിൽ ചാർത്തിക്കൊണ്ട് കണ്ണൂർ നഗരത്തെ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാധ്യനായ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹൻ അവർകൾ, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രിയ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ ബിസിനസ് മീറ്റിൽ പങ്കെടുക്കുന്ന കുടുംബാംഗങ്ങളെ, അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെയും ഹൃദയപൂർവകമായ അഭിവാദ്യങ്ങൾ നേരുകയാണ്. നമുക്കറിയാം, നമ്മുടെ കാലം സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെയും സാങ്കേതിക മികവിൻ്റെയും വളർച്ചയുടെയും കാലമാണ്. ഏത് ദേശത്ത് പോയാലും, അത് ഒരുപക്ഷെ നമ്മൾ അവികസിതമെന്ന് കരുതുന്ന ദേശങ്ങളിലെ ജനങ്ങൾ പോലും വലിയ തോതിൽ ഈ സാങ്കേതിക പരിജ്ഞാനം, സാങ്കേതിക മികവ്
നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്രതിഭാസമാണ് ലോകമെമ്പാടും. പ്രത്യേകിച്ചും 20-ാം നൂറ്റാണ്ടിൻ്റെ ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ അങ്ങനെ 1-2 ദശകങ്ങളായി ലോകം എല്ലാം വലിയ തോതിലുള്ള മാറ്റത്തിന് വിധേയമാവുകയാണ്. നമ്മുടെ ജീവിതവും അതുപോലെ അതിന് അനുസൃതമായോ ഒരുപക്ഷെ അതിനേക്കാളോ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു പുതിയ മേച്ചിൽപ്പുറം ലോകത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളെ പോലും മാറ്റിമറിക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മനുഷ്യൻ്റെ സഹജമായ സ്വഭാവത്തെ അത് പരിമിതപ്പെടുത്തുമോ വിപുലപ്പെടുത്തുമോ അപായപ്പെടുത്തുമോ എന്നെല്ലാമുള്ള ചിന്തകളും ചർച്ചകളും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെയെല്ലാം ഒരു വശമെന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, അത് ഒരുപക്ഷെ അത്ര ഗുണകരമല്ലാത്തതുമാകാം. പക്ഷെ എന്തു പറഞ്ഞാലും മനുഷ്യൻ എന്നും അത്യാഗ്രഹത്തോടെ ജീവിതത്തിൻ്റെ പുതിയ അർത്ഥതലങ്ങളിലേക്കും മേച്ചിൽപ്പുറങ്ങളിലേക്കും കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യൻ്റെ ഓരോ ദിവസത്തെയും ഓരോ ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണമെന്ന് പറയുന്നത് അത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെയാണ് എനിക്ക് കണ്ണൂർ നഗരവും അല്ലെങ്കിൽ നഗരത്തിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും ഇതെല്ലാം പുതിയ കാലഘട്ടത്തിൽ പുതിയ ലോകത്തിൻ്റെ പുതിയ വീക്ഷണകോണിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പ്രവാസം മലയാളിയുടെ ചിന്തയിലും ജീവിതത്തിലും എല്ലാം വലിയ മാറ്റങ്ങൾ കാലാനുസൃതമായി ഉണ്ടാക്കിയെങ്കിൽ കുറച്ച് വർഷങ്ങളായി വളരെ വേഗത്തിലുള്ള പരിവർത്തനത്തിനാണ് മലയാളിയെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ മലയാളി ലോകത്തെ സജ്ജമാക്കുന്നത് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ആ രീതിയിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരിപ്രേക്ഷ്യം തന്നെ മാറും. നമ്മുടെ വീടിൻ്റെ രൂപം മാറുന്നു. ഓഫീസിൻ്റെ ഇപ്പം ബഹുമാനപ്പെട്ട മേയർ തന്നെ നേതൃത്വം കൊടുക്കുന്ന 2 പദ്ധതികളെക്കുറിച്ച് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. നമ്മുടെ ഓഫീസ് സമുച്ചയം ഉയരാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടു കാണും കോർപ്പറേഷൻ്റെ ഓഫീസ് സമുച്ചയം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചു കാണും, ഒരു STP പ്രോജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മാലിന്യ സംസ്കരണ യൂണിറ്റുമായി ബന്ധപ്പെട്ട ഇതൊന്നും കേരളത്തിലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പരിചിതമുള്ള ഒരു സങ്കല്പമായിരുന്നില്ല. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷനായി നമ്മുടെ മാലിന്യ സംസ്കരണ മേഖലയിൽ കണ്ണൂർ കോർപ്പറേഷൻ മാറുകയാണ്. അതിൻ്റെ കെട്ടിടമൊക്കെ നിങ്ങൾ പോയി കാണണം. അതിൻ്റെ പണി പൂർത്തിയായി വരുന്നു. അടുത്ത ദിവസം അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. വളരെ വേഗത്തിൽ അതിൻ്റെ ഉദ്ഘാടനം നടക്കും. അപ്പോൾ അങ്ങനെ എല്ലാ തലങ്ങളിലും മനുഷ്യൻ മാറ്റത്തിന് വിധേയമാകുമ്പോൾ അവൻ്റെ കെട്ടിടങ്ങളിലും അവൻ്റെ വീട്ടിലും അവൻ്റെ പരിസരങ്ങളിലും അവൻ്റെ ഓഫീസിലും അവൻ ചെന്നെത്തിടങ്ങളിലെല്ലാം വലിയ തോതിലുള്ള മാറ്റം അനിവാര്യമാണ്. അത്തരമൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ബി കോഡ്സ് എന്ന് പറയുന്ന എൻജിനീയേഴ്സ് ആൻഡ് ഡിസൈൻ സ്റ്റുഡിയോ. നമുക്കറിയാം, നമ്മുടെ വീട് നിർമ്മാണത്തിൽ തന്നെ വലിയ മാറ്റമാണ്. പണ്ട് കാലങ്ങളിൽ ഞാനൊക്കെ എടുത്ത വീട് കണ്ടാൽ എൻ്റെ ഭാര്യ ഇവിടെ ഇരിക്കുന്നുണ്ട്. പഴഞ്ചൻ വീടാണ്. ഒരു 10-15 കൊല്ലമേ ആയിട്ടുള്ളൂ. പഴഞ്ചൻ എന്ന് പറയും, എനിക്കന്ന് അന്നും ഇന്നും പുതുമയുള്ളതും അതിൻ്റെ സൗഹൃദപരവുമാണ് എനിക്ക് ആ വീട്. പക്ഷേ ഇന്നത്തെ വീടിൻ്റെ കൺസെപ്റ്റ് മാറിയിരിക്കുന്നു. ഒരു മുറിയുടെ തന്നെ അലങ്കാര സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു. അങ്ങനെ ഇത് നമ്മുടെ ആകെ ജീവിതത്തെ വളരെ വളരെ വേഗത്തിൽ മാറ്റിമറിക്കുന്ന ഒരു സംവിധാനമാണ്. തീർച്ചയായും ഇതുപോലെ ഒരുപാട് പുതിയ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ കൺസെപ്റ്റ് കേരളത്തിൽ തന്നെ പുതിയ എത്രയോ കുട്ടികൾ, എത്രയോ ചെറുപ്പക്കാർ, എത്രയോ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ IT മാത്രമല്ല പുതിയ കണ്ടെത്തലുകളുമായി വളരെ വേഗത്തിൽ പോവുകയാണ്. ഇത് തൊഴിൽ സംരംഭമാണ്. ഒരുപാട് ആളുകൾക്ക് ആശ്രയിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് അവർ വാർഷികാഘോഷം കസ്റ്റമേഴ്സ് മീറ്റായി മാറ്റുകയും അതുവഴി കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് മഹാത്മാഗാന്ധി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുമ്പിലെത്തുന്ന ഏത് ഒരു കസ്റ്റമർ ആവട്ടെ അല്ലെങ്കിൽ ഒരു ബയറാവട്ടെ അവനെ പൂർണ്ണ സംതൃപ്തനാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഉടമയുടേതായാലും തൊഴിലിൽ എല്ലാറ്റിൻ്റെയും പ്രസക്തി എന്ന് രാഷ്ട്രപിതാവ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം കഴിയുന്ന തരത്തിൽ ഒരു പുതിയ സംവിധാനത്തിലേക്ക് ഇവർ രൂപം കൊള്ളുന്നു, മാറ്റത്തിന് വിധേയമാകുന്നു. അതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത്
ഞാൻ ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എല്ലാ സ്ഥലത്തും സെലിബ്രേഷനാണ്. ഇന്ന് ലോകത്ത് മുഴുവൻ സെലിബ്രേഷൻ്റെതായ ഒരു കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദസറ നടത്തി. മേയർ അതൊന്നും പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. ദസറയെക്കുറിച്ചൊന്നും കണ്ണൂർ നഗരം അടുത്ത കാലത്തൊന്നും കാണാത്ത പുരുഷാരം വന്ന് നിറഞ്ഞ ഒരു വലിയ, അത് നമ്മുടെ മികവായിട്ടൊന്നും നമ്മൾ ആരോട് കൊട്ടിഘോഷിക്കുന്നില്ല. പക്ഷേ ഒരു ചെറിയ അറ്റംപ്റ്റ് നമ്മൾ നടത്തുമ്പോൾ അത് ആകർഷിക്കാനും അതിലേക്ക് ആകർഷിക്കുക മാത്രമല്ല അതിലേക്ക് വന്ന് ചേരാനും ഒരു സമൂഹം എത്രമാത്രം ത്വര കൊള്ളുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് ഞാൻ ആ ദസറയെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. കണ്ണൂർ ദസറ അതൊരു പുതിയ, എനിക്ക് തോന്നുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പോലെ ഒരു കണ്ണൂരിൻ്റെ ഒരു ബ്രാൻഡ് നെയിമായി നമ്മളത് 2 വർഷക്കാലം കൊണ്ട് അതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ബഹുമാനപ്പെട്ട മേയറാണ്. അതിൻ്റെ ഡിസൈനിങ്ങിലും അതിൻ്റെ മറ്റു വർക്കുകളും എല്ലാം നമ്മൾ വളരെ സൂക്ഷ്മതയോടെ അത് പരിപാലിച്ചപ്പോൾ അല്ലെങ്കിൽ അതിന് ശ്രമിച്ചപ്പോൾ അത് കണ്ണൂരിലൊരു മെഗാ ഇവൻ്റായി മാറുകയും അത് കണ്ണൂർ ജനത നെഞ്ചിലാണോ തോളിലാണോ ഹൃദയത്തിലാണോ എവിടെയാണ് ഏറ്റിയത് എന്ന് പറയാൻ കഴിയില്ല, അത്രമാത്രം അത് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ചെറിയ നമുക്ക് മനുഷ്യനെ ചെറിയ ജീവിതത്തിൽ ചെറിയ സുഖകരമായ നിമിഷങ്ങളാണ് അവൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കുന്നത്. അതിനാണ് നമ്മൾ നല്ല വീടെടുക്കുന്നത്, അതിനാണ് വീട്ടിൽ നല്ല ജീവിതം നമ്മൾ നയിക്കുന്നത്. അങ്ങനെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓരോ മനുഷ്യൻ്റെയും ഒരു ഉള്ളിൻ്റെ ഒരു വലിയ സന്തോഷത്തിൻ്റെതാണ് ഈ സെലിബ്രേഷൻ. അതുകൊണ്ട് 5ാമത്തെ വർഷത്തിലേക്ക് അല്ലേ 5ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന നിങ്ങളുടെ ഈ സംരംഭം മനോഹരമായി പുതിയ മേച്ചിൻപുറങ്ങളിലേക്കും പുതിയ ആകാശങ്ങളെയെല്ലാം കീഴടക്കട്ടെ. മേയർ പറഞ്ഞതുപോലെ ഇനി തിങ്ങി നിറയുന്ന ഹാളുകൾക്ക് പുതിയ ആളുകളെ ചേർത്തുകൊണ്ട് കസ്റ്റമേഴ്സ് മീറ്റും ഒക്കെ സംഘടിപ്പിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഹൃദ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സർവ്വ മംഗളങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ ഹ്രസ്വമാണെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് ദീർഘമേറിപ്പോയ വാക്കുകൾ നിർത്തുന്നു. എല്ലാ ആശംസകളും ഈ സംഘാടകർക്കും അവരുടെ സംവിധാനത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ സന്ധ്യയിൽ ഞാനും പങ്കെടുക്കുന്നു, നിർത്തുന്നു. നമസ്തേ, ജയ് ഹിന്ദ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട യതീന്ദ്ര മാഷെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ടവരെ, തികച്ചും യാദൃച്ഛികമായാണ് ഞാനിന്ന് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. നേരത്തെ സ്വാഗത ഭാഷണം നിർവഹിക്കുന്ന അവസരത്തിൽ ഷീജ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ അവരെയും ജിസ്ന മേഡത്തിനെയും ഞാൻ പരിചയപ്പെടുന്നത് കലാഗുരുകുലത്തിൽ വെച്ചാണ്. കഴിഞ്ഞ 14 വർഷമായിട്ട് കണ്ണൂരിൻ്റെ കലാപഠന രംഗത്ത് വലിയ മാറ്റം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു സ്ഥാപനമാണ് കലാഗുരുകുലം. അവിടെ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുമായിട്ട് ഇവർ 2 പേരും എത്തുന്നു. ഏറെ കഴിയും മുൻപ് ഈ നേതൃഗുണം എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ടല്ലോ. അതുകൊണ്ട് ഷീജ പ്രദീപ് ഞങ്ങളുടെ രക്ഷാകർതൃ സമിതിയുടെ തന്നെ നേതൃനിരയിലേക്ക് വരുന്നു. സംഘാടക മികവ് പ്രത്യേകിച്ചും സ്ത്രീകളിൽ നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷേ ഒരുങ്ങിയിറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവരെ തടുത്തു നിർത്താൻ ഒരാൾക്കും സാധിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവിൻ്റെ പ്രസ്പഷ്ടതയാണ് 5 വർഷമാകുമ്പോൾ 300-ലേറെ ആളുകളുമായുള്ള ഇവരുടെ വളർച്ച. അതൊരു 5 വർഷം കൂടി കഴിയുമ്പോഴെത്രയാകുമെന്ന് നമുക്ക് കണക്ക് കൂട്ടാവുന്നതേയുള്ളൂ. മേൽക്കുമേൽ അഭ്യുന്നതി എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മേയറിനെ കുറിച്ച് ഇവിടെ ശ്രീമാൻ സുരേഷ് ബാബു ഇളയാവൂർ ഇവരെയെല്ലാം അകലെ നിന്ന് കണ്ട പരിചയം മാത്രമേ എനിക്കുള്ളൂ. അകലെ നിന്ന് കണ്ട അല്ലെങ്കിൽ അകലെ നിന്ന് കാണുന്ന അകലെയുള്ള അത്ഭുതങ്ങളായിട്ട് ദസറ തിരിച്ചു വരികയാണ്. സത്യത്തിൽ ഞാൻ യേശുദാസ് എന്ന് പറയുന്ന മഹാനുഭാവനായ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ കലാകാരനെ, ഗാനഗന്ധർവനെ ആദ്യമായിട്ട് കാണുന്നത് കണ്ണൂരിൽ വെച്ചാണ്. അത് കണ്ണൂരിലെ ദസറയോടനുബന്ധിച്ച് അദ്ദേഹം നടത്തുന്ന പരിപാടി നിരത്തിലിരുന്നിട്ട് 10,000 നക്ഷത്രദീപങ്ങൾ തിളങ്ങിയെന്ന ഗാനം അദ്ദേഹം ആലപിക്കുന്ന അവസരത്തിൽ സദസ്യർ നിശ്ചലമായി എന്നൊരു പ്രയോഗം നടത്തുന്നു. അത് 1987 കാലഘട്ടത്തിലാണ്.
പുഴിവാരിയിട്ടാൽ കാണാത്തത്രയും നിൽക്കുന്ന സദസ്സ് നിശ്ചലരായിട്ട് നിൽക്കുകയാണ്. തങ്ങൾ നിശ്ചലരായിട്ടാണ് നിൽക്കുന്നത് എന്നറിയാതെ ഒരു 4-5 സെക്കൻഡിന് ശേഷം ജനങ്ങൾ പൊരിഞ്ഞ കൈയടിക്കുന്ന ഒരവസ്ഥ ഞാൻ നേരിട്ട് അനുഭവിച്ചത് കണ്ണൂരിൽ വെച്ചാണ്. പിന്നീട് ദസറ, രണ്ടാം ദസറ നഗരമായ കണ്ണൂരിൻ്റെ ആ പ്രൗഢി എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയി. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സുഗതകുമാരിയുടെ കവിതയിൽ എന്നതുപോലെ സാമൺ മത്സ്യങ്ങളും അരയന്നങ്ങളും തെംസ് നദിയിലേക്ക് തിരിച്ചു വന്നു എന്നൊരു പ്രയോഗം അവർ നടത്തുന്നുണ്ട്. അതുപോലെ കണ്ണൂർ ദസറയെ തിരിച്ചു കൊണ്ടുവന്ന പ്രിയങ്കരനായ കണ്ണൂരിൻ്റെ മേയറുടെ സവിധത്തിൽ വെച്ചാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഈ ഭദ്രദീപം കൊളുത്തിയിട്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് എന്നത് ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള കാര്യമാണ്. സുദീർഘമായി എന്തെങ്കിലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ പരിചയപ്പെട്ടത് കലാഗുരുകുലത്തിലൂടെയാണെന്ന് സ്വാഗത ഭാഷണത്തിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നെ കണ്ണൂരിന് പരിചയപ്പെടുത്തിയ ഒരാൾ എൻ്റെ മുൻപിലിരിപ്പുണ്ട്, ശ്രീമാൻ പ്രദീപ് കുമാർ. എത്ര പേർക്ക് ശ്രീമാൻ പ്രദീപ് കുമാറിനെ അറിയാം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം കണ്ണൂരുകാരനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു വലിയ റെക്കോർഡുണ്ട്. ആ റെക്കോർഡ് കൊറോണയ്ക്ക് തൊട്ട് മുൻപുള്ള വർഷം ഇന്ത്യയിൽ നിന്ന്, ഓർക്കുക, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ വിദേശത്തേക്ക് സുരക്ഷിതമായി ജോലി നേടിക്കൊടുക്കാൻ അയച്ച വ്യക്തി ഒരു കണ്ണൂർക്കാരനാണ്. ശ്രീമാൻ പ്രദീപ് കുമാറാണ്. കണ്ണൂരിൻ്റെ അഭിമാനമായ ശ്രീമാൻ പ്രദീപ് കുമാറാണ് ഈ കലാഗുരുകുലം എന്ന സ്ഥാപനം ആരംഭിച്ചത്. അദ്ദേഹം ആണ് എന്നോടൊപ്പം ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ ഇവിടെ ഇരിക്കുന്നു, അദ്ദേഹം എൻ്റെ മുൻപിലിരിക്കുന്നു. ഏതൊരു വ്യക്തിത്വമാണോ! സ്വനഗ്രാഹ യന്ത്രത്തിൻ്റെ തിരപ്പുറപ്പാടിനകത്ത് എഡിസൺ എഡിറ്റ് ചെയ്തിട്ട് അയച്ചിട്ടുണ്ടായിരുന്ന വരികൾ ഇങ്ങനെ: ഏതൊരു മഹാനുഭാവൻ്റെ ദുർലഭ പ്രതിഭയുടെയും അവിശ്രമ പരിശ്രമത്തിൻ്റെയും ഫലമായിട്ട് ഞാൻ ജനിച്ചുവോ, ആ എഡിസൻ്റെ പേരിൽ ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു എന്നതുപോലെ ശ്രീമാൻ പ്രദീപ് കുമാറിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് കൂടെ വേണ്ടി ഞാൻ ഈ സംരംഭത്തിന് സർവ്വവിധത്തിലുള്ള ഭാവുകങ്ങളും ആശംസിക്കുകയാണ്. പുതിയൊരു സംരംഭം കൂടി ബികോഡ് ആരംഭിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻറ്റീരിയർ അനന്തസാധ്യതയാണ്. ആ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ സംരംഭം ഉത്തരോത്തരം വിജയത്തിലേക്ക് ചെന്നെത്തട്ടെ. അവരുടെ വിശ്വാസ്യത അത് ഹൃദയത്തിലേറ്റുവാങ്ങിയവരാണ് ബഹുഭൂരിപക്ഷം പേരും ഇവിടെ ഇരിക്കുന്നത് എന്നറിയുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. എല്ലാവരെയും ആദരപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ സ്ഥാപനത്തിൻ്റെ, എൻ്റെ പ്രിയപ്പെട്ട കലാഗുരുകുലത്തിൻ്റെ വാർഷികാഘോഷ പരിപാടിയിലേക്ക് നിങ്ങളെ മുഴുവൻ ആളുകളെയും വിനയത്തിൻ്റെ ഭാഷയിൽ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് സർവശക്തനായ ജഗന്നിയന്താവിൻ്റെ സർവ്വവിധത്തിലുള്ള അനുഗ്രഹങ്ങളും വർഷിക്കപ്പെടട്ടെ എന്നൊരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇവിടെ സരോമിക എന്ന് പറയുന്നൊരു മോള് ഇവിടെ ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ സരോമിക, അതുകൊണ്ട് ജസ്നയുടെ മക്കളും നല്ല കഴിവുള്ള കുട്ടികളാണ് കേട്ടോ, നല്ല കഴിവുള്ള കുട്ടി. സരോമിക ഇവിടെ ഉണ്ട്, നമ്മുടെ ഷീജയുടെ മകളാണ്. പഠിക്കുന്ന കാര്യത്തിലും മിടിക്കുകയാണ് അവൾ. സന്തോഷമുണ്ട്. എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നന്മയും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എന്നെ ക്ഷണിച്ചവർക്കും എന്നെ കേട്ട് സഹിച്ചവർക്കും ഹൃദയപൂർവ്വം നന്ദി. നമസ്തേ. ജയ് ഹിന്ദ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഏറ്റവും ബഹുമാനപ്പെട്ട പ്രദീപ് കുമാർ സാറിന് ഈ ഒരു വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് സർ, പ്ലീസ് വെൽക്കം. അടുത്തതായി ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ പ്രപഞ്ച് അദ്ദേഹത്തെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മേയർ ശ്രീ സുരേഷ് ചാലാട്, വേദിയിലും സരസിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഒരു വീട് ഓരോ വ്യക്തിയുടെയും ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് നയിക്കുന്ന ഒരു ടീമാണ് ഇന്ന് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു. അങ്ങനെ മീൻസ് അതിൽ ഒരുപാട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മിസ്സിസ് ജസ്നയുടെ പോസ്റ്റുകളിലൂടെ ഇവരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വിലയിരുത്തിയതും കണ്ടതും. ഒരുപാട് മികച്ച വീടുകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു ടീമാണിത്. അവരുടെ ഇനി വരാൻ പോകുന്ന ഇൻറ്റീരിയറുടെയും അതിനൊക്കെ ഞാനിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇതിലേക്ക് ക്ഷണിക്കപ്പെട്ടതും. അപ്പോൾ അതിലേക്കൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു 5 വർഷത്തേക്കുള്ള വളർച്ചയുടെ ഒരു ഡബിൾ അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ മികച്ച ഒരു വളർച്ച ഇനി അടുത്ത കാലങ്ങളിൽ ഉണ്ടാവും. അതിന് അവർക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. മീൻസ് എനിക്കും ഇവരുടെ
പ്രവർത്തനം അല്ലെങ്കിൽ ഇവരുടെ മികവ് യൂസ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ വളർച്ചയും ആശംസിച്ചുകൊണ്ട് നമസ്കാരം, നന്ദി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇന്നിവിടെ ബി കോഡ്സ് എഞ്ചിനീയേഴ്സ് ആൻഡ് ഡിസൈൻ സ്റ്റുഡിയോയുടെ 5th ആനിവേഴ്സറി സെലിബ്രേഷൻ, അതുപോലെ തന്നെ ബിഫിൽ ഇൻറ്റീരിയേഴ്സ് ആൻഡ് ലോഗോ അൺവീലിംഗ് ആണ് ഇന്നിവിടുത്തെ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ 5th ആനിവേഴ്സറി സെലിബ്രേഷൻ ഏറ്റവും ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ നിർവഹിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ബിഫിൽ ഇൻറ്റീരിയേഴ്സിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ ലോഗോ പ്രകാശനത്തിനുമായി എത്രയും ബഹുമാനപ്പെട്ട KV സുമേഷ് MLA അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയാണ്. എത്രയും സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് നിറഞ്ഞ കയ്യടിയോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് സർ, പ്ലീസ് വെൽക്കം. അടുത്തതായി ബിഫിൽ ഇൻറ്റീരിയേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്പീച്ചിനായി നിഖിൽ കുമാർ, ബിഫിൽ ഡയറക്ടർ നിഖിൽ കുമാർ, അദ്ദേഹത്തെ എത്രയും സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. ഗുഡ് ഈവനിങ് ഓൾ. ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട മേയർ, നമ്മുടെ MLA സുമേഷ് അവർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഇവിടെ സന്നിധരായ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബി കോഡ്സ് എന്ന സ്ഥാപനം 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ 5 വർഷത്തിനുള്ളിൽ നമുക്ക് അനേകം നല്ല നല്ല പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റി. അത് നമ്മളൊരു പ്രിവിലേജായിട്ട് ഞങ്ങൾ എടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതുവരെ കുറേ ഇൻറ്റീരിയർ വർക്ക്സ് ഇതിൻ്റെ ബി കോഡ്സിൻ്റെ അണ്ടറിൽ തന്നെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ വളർച്ചയുടെ കൂടെ തന്നെ, അപ്പോൾ അതൊരു ഭാഗമായിട്ട് നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു കമ്പനി ആക്കണം എന്നുള്ളത് നമ്മളുടെ വളർച്ചയുടെ ഭാഗമായും അതേപോലെ തന്നെ നമ്മളൊരു കസ്റ്റമേഴ്സിൻ്റെ ഒരു സജഷനും കൂടിയായിട്ടാണ് നമ്മളൊരു പുതിയൊരു കമ്പനിയായി നമ്മൾ ബിഫിൽ ഇൻറ്റീരിയേഴ്സിനെ സ്റ്റാർട്ട് ചെയ്തത്. അതൊരു കംപ്ലീറ്റ് ഒരു സെപ്പറേറ്റ് ഒരു ഓഫീസായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ റണ്ണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഡിസൈൻ ടീമും അതേപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ടീമായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കസ്റ്റമേഴ്സിന് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ മാക്സിമം പെട്ടെന്നും ഏറ്റവും അഡ്വാൻസ്ഡ് രീതിയിലും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ ബിഫിൽ ഫാക്ടറി എന്നുള്ളൊരു സ്ഥാപനം കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ നമ്മളിവിടെ അന്വയിക്കുകയാണ്. അതായത് ബിഫിൽ ഫാക്ടറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറി വെച്ചിട്ടുള്ള ഒരു ഫാക്ടറി, അതായത് മോഡുലാർ ഫർണിച്ചർ ഫാക്ടറിയും കൂടി നമ്മൾ ഇതിനോട് അനുബന്ധിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് നമ്മളെ കസ്റ്റമേഴ്സിന് ഏറ്റവും ഫിനിഷോട് കൂടിയും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻ വെച്ചുകൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സിന് ഏറ്റവും റേറ്റ് കുറച്ചും, അതായത് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് റേറ്റ് വെച്ചിട്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പ്രൊഡക്ട്സ്. ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള മെഷീൻ എന്ന് പറയുന്നത് ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെഷീൻസാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സന്നിധിയിൽ വന്ന നമ്മൾ ക്ഷണം സ്വീകരിച്ച് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ താങ്ക്സ് പറയുന്നു. ബിഫിൽ ഇൻറ്റീരിയേഴ്സിൻ്റെ ഇനാഗ്രേഷൻ അതുപോലെ തന്നെ ലോഗോ പ്രകാശനമാണ് അടുത്തതായി നടക്കാൻ വേണ്ടി പോകുന്നത്. ലോഗോ പ്രകാശനത്തിനായി ഏറ്റവും ബഹുമാനപ്പെട്ട KV സുമേഷ് MLA അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ബിഫിൽ ഇൻറ്റീരിയേഴ്സ് ഇന്നിവിടെ ലോഗോ പ്രകാശനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബിഫിൽ ഇൻറ്റീരിയേഴ്സിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി ഇൻറ്റീരിയർ സങ്കല്പങ്ങളും വേറെ ലെവലാവാൻ വേണ്ടി പോവുകയാണ്. സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തന്നെയാണ് ഉൽപ്പാദനം. അതുപോലെ തന്നെ വിലക്കുറവിലും ഗുണമേന്മയിലും മുന്നിട്ട് നിൽക്കുന്ന ബിഫിൽ ഇൻറ്റീരിയേഴ്സ് നിങ്ങൾക്കായി ഇവിടെ സമർപ്പിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം ഇനി ബിഫിൽ നിങ്ങൾക്കായി നൽകുന്നതായിരിക്കും. വീടിനെ അറിഞ്ഞും വീട്ടുകാരെ അറിഞ്ഞും ഇനി ഇൻറ്റീരിയർ ഡിസൈനിങ് ബിഫിൽ ഇൻറ്റീരിയേഴ്സിൽ നിന്നും കുറഞ്ഞ വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കുറച്ച് വ്യക്തിത്വങ്ങളെ നമ്മളിവിടെ ആദരിക്കുകയാണ്. ആ ഒരു അവാർഡ് ദാന ചടങ്ങിലേക്കാണ് അടുത്തതായി പോകുന്നത്. ആദ്യമായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് എക്കണോമിക്സ് SB പ്രസാദ്, അദ്ദേഹത്തെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ LED വാളിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് പ്ലേ ദ വീഡിയോ. ജീവിതാനുഭവങ്ങളാണ് ഒരു മനുഷ്യനെ പൂർണ്ണതയിലെത്തിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കണ്ണൂർ കൃഷ്ണമേനോൻ കോളേജിലെ അധ്യാപകൻ MB പ്രസാദ്. 5-ാം വയസ്സിൽ അപകടമുണ്ടായി, കാൽ നഷ്ടപ്പെട്ടു, അച്ഛൻ ഉപേക്ഷിക്കുകയും ചെയ്തു. അവിടെ നിന്ന് തുടങ്ങിയതാണ് ജീവിതയാത്ര. അതിനുശേഷം കണ്ണൂരിലെത്തി. പിന്നെ നടന്നതെല്ലാം രോമാഞ്ചമുണ്ടാക്കുന്ന കഥകളാണ്.
ഒറ്റക്കാലിൽ ആന്ധ്രാപ്രദേശ് വിജയവാഡയിൽ നിന്ന് ഒറ്റയ്ക്ക് എങ്ങോട്ടേക്കോ ട്രെയിൻ കയറിയ പ്രസാദ് എന്ന കുട്ടിയുടെ മനസ്സിൽ ഇന്നും ട്രെയിൻ ഇന്ത്യ മുരളിച്ചുണ്ട്. 5-ാം വയസ്സിലാണ് വിധി താറിന്റെ രൂപത്തിൽ പ്രസാദിന്റെ ജീവിതത്തിൽ ഒട്ടിപ്പിടിക്കുന്നത്. റോഡിലൂടെ നടക്കവേ താറിൽ ഷൂസ് പൂഴ്ന്നുപോയി. നീങ്ങാനാവാതെ നിന്ന ആ 5 വയസ്സുകാരന്റെ കാലിലൂടെ ലോറി കയറി ഇറങ്ങി. കാൽ നഷ്ടമായി. തുടർന്ന് റെയിൽവേ സ്റ്റേഷനിൽ അച്ഛൻ മകനെ ഉപേക്ഷിച്ചു. ഒരു ദിവസം ഇങ്ങനെ ഫാദർ നമുക്ക് വിജയവാഡയിലെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് പ്ലാറ്റ്ഫോമിൽ എന്നെ ഇരുത്തി. ഏകദേശം ഒരു ഉച്ച ടൈമിലൊക്കെയാണ് ഇരുത്തിയെന്ന് തോന്നുന്നു. പിന്നെ വൈകുന്നേരമായിട്ടും സന്ധ്യയായിട്ടും ഫാദർ വന്നില്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. കരഞ്ഞോ എന്ന് ചോദിച്ചാൽ കരയാനോ അറിയില്ല. ഒന്നും അറിയാത്തൊരു അവസ്ഥയിലായിരുന്നു. പിന്നെ പെട്ടെന്നൊരു ട്രെയിൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അതിൽ കയറി അതിൽ കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ ഞാൻ ചെന്നിറങ്ങുന്നത് ചെന്നൈയിലാണ്. ചെന്നൈ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ അമ്മമാർ നൽകിയ ഇഡലിയുടെയും ദോശയുടെയും ഓർമ്മയിൽ ആരെ കണ്ടാലും പ്രസാദ് ഇന്നും ചോദിക്കുക ഭക്ഷണം കഴിച്ചോ എന്നാണ്. ചെന്നൈയിൽ നിന്ന് കയറിയ വണ്ടിയിൽ നിന്ന് പ്രസാദ് ഇറങ്ങിയത് കോഴിക്കോടായിരുന്നു. പ്രസാദിന്റെ മുന്നിൽ രക്ഷകന്റെ രൂപത്തിൽ അവതരിച്ചെത്തി ഒരു ഡോക്ടറും ഭാര്യയും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ കോഴിക്കോട് വർക്ക് ചെയ്യുന്ന ഡോക്ടർ ലില്ലി ലത്തീഫ് എന്ന ഡോക്ടർ എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടാക്കി. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിലുള്ള എല്ലാ നേഴ്സുമാരും ബൈസ്റ്റാൻഡേഴ്സൊക്കെ എനിക്ക് ഒത്തിരി സ്നേഹമൊക്കെ തന്നു എന്നെ കൊണ്ടു നടന്നു. വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലെ പുലർക്കാലം ആ കുട്ടിക്ക് രക്തബന്ധങ്ങളുടെ അസ്തമയമായിരുന്നെങ്കിലും കയറിയ വണ്ടി പ്രതീക്ഷയുടെ ചൂളം വിളിയാകുകയായിരുന്നു. ആ കുട്ടി ഇന്ന് കണ്ണൂർ ഗവൺമെന്റ് വനിതാ കോളേജിലെ കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനാണ്. സംസ്ഥാനത്തെ മികച്ച NSS കോർഡിനേറ്ററാണ്. തന്നെ പോലെ ദുരിതം പേറുന്ന കുറെ പേർക്ക് ദൈവദൂതനാണ്. 2017-18 അതുപോലെ തന്നെ 19-20 പിന്നെ 21-22 ഇപ്പോൾ 3 ക്യാമ്പുകളിലായിട്ട് ഏകദേശം ഒരു 150 പേർക്ക് സൗജന്യമായിട്ട് കൃത്രിമ കാലുകൾ ഇവിടുന്ന് തന്നെ അളവെടുത്ത് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കി ഇവിടെ തന്നെ അവരെ താമസിപ്പിച്ച് ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കാൻ പറ്റി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ അതുപോലെ തന്നെ നമ്മുടെ കോളേജിൻ്റെ NSS യൂണിറ്റുകളുടെ ഏറ്റവും തൃപ്തികരമായിട്ടുള്ളൊരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്. ഏറ്റവും ബഹുമാനപ്പെട്ട SP പ്രസാദ് അദ്ദേഹത്തെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ആദരവ് നൽകുന്നതിനായി ഏറ്റവും ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹൻ അതുപോലെ തന്നെ KV സുമേഷ് MLA രണ്ടുപേരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹൻ സാറിനെയും അതുപോലെ തന്നെ മൊമെന്റോ നൽകുന്നതിനായി KV സുമേഷ് MLAയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ബിഫിൽ ഇന്റീരിയേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട KV സുമേഷ് MLA അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വളരെ ബഹുമാന്യനായിട്ടുള്ള ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച കണ്ണൂർ കോർപ്പറേഷൻ്റെ പ്രിയങ്കനായിട്ടുള്ള മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ, വേദിയിലുള്ള വളരെ ബഹുമാന്യനായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയങ്കനായ ശ്രീ സുരേഷ് ഏട്ടൻ, മറ്റു വേദിയിലെ വളരെ ബഹുമാന്യരും പ്രിയങ്കരുമായിട്ടുള്ള വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ടവരെ, ബികോഡിൻ്റെ ബിഫിൽ എന്ന ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ പുതിയ ലോഗോ ആണ് ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത്. നല്ലതുപോലെ ബികോഡ് എന്നത് വളരെ അംഗീകാരമുള്ള വളരെ ശ്രദ്ധേയമായ എഞ്ചിനീയറിംഗ് രംഗത്തും ഡിസൈനിലും എല്ലാം വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥാപനമായിട്ട് ഇന്ന് മാറി. ബിഫിൽ എന്ന ഈ ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ പുതിയ ലോഗോ ഈ സ്ഥാപനത്തിൻ്റെ യശസ്സും പേരും അതിൻ്റെ പ്രവൃത്തിയും എല്ലാം നന്നായി വർദ്ധിക്കുന്നതിന് സഹായകരമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ആ ലോഗോയുടെ പ്രകാശനം നിർവഹിച്ചതായിട്ട് അറിയിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. മല്ലു
ഫുഡ് ബ്ലോഗർ ജഷ്മയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി. ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഫുഡ് ബ്ലോഗറാണ് ജഷ്മ. ഒരു ട്രെയിൻ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയും അവിടെ തളരാതെ ഇന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറിയിരിക്കുകയാണ്. ജഷ്മ ഏറ്റവും സ്നേഹത്തോടെ നിറഞ്ഞ കയ്യടിയോടെ ഈ ഒരു ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ജഷ്മയ്ക്ക് ആദരവ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട KV സുമേഷ് MLA, അതുപോലെ തന്നെ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹൻ രണ്ടുപേരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ ആദരിക്കുന്ന വ്യക്തിത്വം ജോർജ് കെ തോമസ്, ആർക്കിടെക്ട്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജോർജ് കെ തോമസ്, ആർക്കിടെക്ട്, അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം. ആദരവ് നൽകുന്നതിനായി എത്രയും ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ അവർകളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. Architect George K. Thomas. He is practicing architect of Kannur for the last 22 years and has completed the design and project management of more than 215 residential buildings in Kerala and കർണാടക. ഇത്രയും ബഹുമാനത്തോടെ അദ്ദേഹത്തെ ഈ ഒരു വേദിയിൽ വെച്ച് ബിഗ് ബോട്ട്സിന്റെ സ്നേഹാദരവ് അറിയിക്കുകയാണ്. അഡ്വക്കേറ്റ് ടി.ഒ. മോഹൻ അവർകളാണ് അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നത്. അതുപോലെ തന്നെ മൊമെന്റോ നൽകുന്നതിനായി സുരേഷ് ബാബു ഇളയാവൂർ അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട രാജേഷ് ചെറുമണലിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. CA രാജേഷ് ചെറുമണലിൽ അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയും ആദരവ് നൽകുന്നതിനായും അഡ്വക്കേറ്റ് ടി.ഒ. മോഹൻ അവർകളെയും വിശിഷ്ട വ്യക്തികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ്. ബിഗ് ബോട്ട്സിനൊപ്പം വർഷങ്ങളായി അവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തിത്വമാണ് രാജേഷ് ചെറുമണലിൽ. അദ്ദേഹത്തിന് ഈ ഒരു നിമിഷം ബിഗ് ബോട്ട്സിന്റെ ആദരവ് അറിയിക്കുകയാണ്. നിറഞ്ഞ കയ്യടി എല്ലാവരും ചേർന്ന്. താങ്ക് യു സോ മച്ച്. അടുത്തതായി ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് പ്രദീപ് കുമാർ. പ്ലീസ് വെൽക്കം. സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട മേയർ അവറുകൾ, സുരേഷ് ബാബു സർ, മറ്റ് വിശിഷ്ടാതിഥികളെ, ബീകോൺ എന്ന കമ്പനി കണ്ണൂരിൽ 5 വർഷം പൂർത്തിയാക്കി എന്നുള്ളൊരു സന്തോഷവും തുടക്കം മുതലേ അറിയുന്നൊരു കമ്പനിയാണ്. അവർക്ക് കൺസ്ട്രക്ഷൻ അടിസ്ഥാനത്തിൽ വളരെ നല്ല മികവും അതുപോലെ തന്നെ ഇൻറ്റീരിയറിലും എല്ലാവിധത്തിലുള്ള മേന്മയും ഉണ്ടാവട്ടെ എന്ന് സർവേഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങിയ SB പ്രസാദ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി പ്ലീസ്. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ളവരെ, ആദ്യം തന്നെ എനിക്ക് ഒരു സ്നേഹാദരവ് തന്ന് എന്നെ ഭാവി ജീവിതത്തിലേക്ക് എന്നെ ഒരു പ്രോത്സാഹനമായി തന്ന ഈ ആദരവിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹൃദയത്തിൽ നിന്ന് ചാലിച്ചെടുത്ത സ്നേഹത്തിൻ്റെ വാക്കുകളിലൂടെ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ ഒരു 2 മാസങ്ങൾക്കുള്ളിൽ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിലും അവസാനമായിട്ട് പ്രൈം 21 ഇതിലും വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്താ പറയുക,
എല്ലാം ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയാണ് എൻ്റെ അമ്മ. കാരണം ഇങ്ങനെയാണ് പറയാറ്, മേക്ക് അതേഴ്സ് കംഫോർട്ടബിൾ, യു വിൽ സീ ദാറ്റ് നാച്ചർ വിൽ ടേക്ക് കെയർ ഓഫ് യുവർ കംഫോർട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് 5 വയസ്സിൽ സംഭവിച്ചതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോഴാണ് അതൊരു ഓർമ്മയുണ്ട്. കാരണം ഓർമ്മയുടെ കാര്യത്തിൽ എനിക്ക് ചെറുപ്പം മുതലേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഓർമ്മ കൂടുതലായിരുന്നു. അപ്പം അതൊക്കെ ഇപ്പോൾ ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭയാനകത മനസ്സിലാവുന്നത്. ഇപ്പോൾ മിക്കവരും എന്നോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് വിഷമങ്ങളുണ്ടോ എന്നൊക്കെ. ഒരിക്കലും വിഷമമൊന്നുമില്ല, അതിൻ്റെ പേരിൽ യാതൊരു കോംപ്ലക്സും ഇല്ല. കാരണം ചോദിച്ചാൽ ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളുണ്ടായിട്ട് നിസ്സാര കാര്യങ്ങൾ നമ്മൾ നോയെന്ന് പറയുമ്പോൾ ഒരുപാട് ഡിപ്രഷനാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ പഠിപ്പിക്കുന്ന കുട്ടികളോട് എൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ പറയുമ്പോൾ അവർ കണ്ണ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് എന്നെ ശ്രവിക്കുകയും എൻ്റെ ക്ലാസ്സിൽ വളരെ ഡിസിപ്ലിൻഡായിട്ട് ഇരിക്കുകയും എനിക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും തരികയും അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർക്ക് ആ ലൈഫ് സ്റ്റോറിയിലൂടെ ഒരു സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ട് ഉണ്ട് എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു ബെസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതിന് എൻ്റെ സ്റ്റോറി ഒരു നിമിത്തമാവുന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഈ ബി കോട്സ് ഗ്രൂപ്പിന് ഈ 5th ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഭാവിയിലെ എല്ലാവിധ ഭാവുകങ്ങളും ഐശ്വര്യവും നന്മയും വിജയവും ഇനി ജനസാഗരങ്ങളെ സാക്ഷ്യമാക്കിക്കൊണ്ട് നല്ലൊരു ആനിവേഴ്സറി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ആർക്കിടെക്ട് ജോർജ് കെ തോമസ്, അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ആർക്കിടെക്ട്സ് അസോസിയേഷൻ്റെ ചാർട്ടർ ചെയർമാനാണ്. അതുപോലെ തന്നെ റോട്ടറി ക്ലബിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്. ഈ വേദികളിലൊക്കെ പലപ്പോഴും എനിക്ക് പൊന്നാടയൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എന്നെ സംബന്ധിച്ച് ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമാണ്. നമ്മുടെ ഗുരുകുലത്തിലെ സാറ് പറഞ്ഞ പോലെ 1987 യേശുദാസ് വന്നിട്ട് പാടി നക്ഷത്ര ദീപങ്ങൾ തെളിഞ്ഞു ആ രാവിനെ പറ്റി. അതുപോലുള്ളൊരു രാവാണ് ഇന്ന്. അത് ദീപാവലിയുടെ സായം സന്ധ്യയിൽ ഭാരതം മുഴുവൻ നക്ഷത്രങ്ങൾ പോലെ ദീപങ്ങൾ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഈ കണ്ണൂരിൻ്റെ ഏറ്റവും വലിയ വ്യക്തിത്വം, അതായത് ഫസ്റ്റ് സിറ്റിസൺ ഓഫ് കണ്ണൂർ, ഈ സ്റ്റേജിൽ കയറി വന്നിട്ട് എന്നെ പൊന്നാടി അണിയിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ധന്യമുഹൂർത്തമാണ്. അത് എനിക്ക് അദ്ദേഹത്തോടുള്ള നന്ദിയും ആദരവും ഞാൻ പ്രകടിപ്പിച്ചുകൊള്ളുന്നു. വളരെ തിരക്കുള്ളൊരു വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ ഇതിന് നിമിത്തമായ ബി കോട്സ്, അതിൻ്റെ സാരഥ്യത്തിലുള്ള ഷീജയും പ്രസിദ്ധും, അതുപോലെ നമ്മൾ പറയുമല്ലോ ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ സക്സസ്ഫുൾ വുമൺ എന്ന് പറയില്ലേ, അതുപോലെ ബിഹൈൻഡ് ഷീജ ദർ ഇസ് എ സക്സസ്ഫുൾ പേഴ്സൺ. പ്രദീപ് അദ്ദേഹം പലരും എന്നെ സ്റ്റേജിൽ കൊണ്ട് ഇരുത്താനായിട്ട് മറന്നുപോയെന്ന് തോന്നുന്നു, എൻ്റെ പേര് വിളിച്ചില്ല. പക്ഷേ ഷീജ പലപ്പോഴും എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കറിയായിരുന്നു എനിക്ക് സ്റ്റേജിലൊരു സീറ്റ് ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ ആരും വിളിച്ചില്ല. പക്ഷേ അദ്ദേഹം അത് ഓർത്തിട്ട് വന്ന് എന്നെ വിളിച്ച് സ്റ്റേജിൽ കൊണ്ടിരുത്തി. അപ്പം ഹീസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. അപ്പം പറഞ്ഞല്ലോ, എപ്പോഴും ഒരു സ്ത്രീക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു ഗട്ട്സ് കൊടുക്കാനും ഒരു ഇത് കൊടുക്കാനും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമുണ്ട് കാര്യങ്ങൾ. പിന്നെ ഷീജയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കുറേ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. ചില പ്രോജക്ട്സിനൊക്കെ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് വളരെയധികം നന്നായിട്ടറിയാം ഷീജയുടെ പ്രവൃത്തി മണ്ഡലവും ഹൗ ഷീ ക്യാൻ പെർഫോം എന്നുള്ളത്. അത് 5 വർഷത്തിനുള്ളിൽ ഇത്രയൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ ഇനിയും വളരെ മുമ്പോട്ട് പോകാം. കണ്ണൂർ, നമ്മളെ കണ്ണൻ്റെ നാടാ കണ്ണൂർ എന്നൊക്കെ പറയുമല്ലോ. ഞാൻ 25 വർഷം മുമ്പാണ് കണ്ണൂർ പ്രാക്ടീസ് തുടങ്ങിയത്. അന്ന് ആദ്യം ചെയ്ത പ്രോജക്റ്റുകളൊന്നാണ് ഈ മാസ്കോട്ട് ബീച്ചിലുള്ള മാസ്കോട്ട് റിസോർട്ട്, പിന്നെ അപ്പാർട്ട്മെൻറ്റ്സ്. അതുപോലെ കണ്ണൂരിലുള്ള ഒരുപതി ആളുകളുടെ എല്ലാം തന്നെ ഡോക്ടേഴ്സിൻ്റെയും അവരുടെ എല്ലാം തന്നെ വീടുകളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു.
ആ വീടുകളൊക്കെ ഇന്നും 15-20 വർഷം മുമ്പ് ചെയ്ത വീടുകളൊക്കെ ഇന്നും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ കാറിൽ പോകുമ്പോൾ കാണുമ്പം അതിൻ്റെ സംതൃപ്തി വളരെ വലുതാണ്. അന്ന് കണ്ണൂരിലെ ഫെസിലിറ്റീസ് വളരെ കുറവായിരുന്നു. അതായത് ട്രെയിൻ സർവീസ് കുറവായിരുന്നു. ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ ലിഫ്റ്റ് ഉണ്ട്, എസ്കലേറ്റർ ഉണ്ട്, വന്ദേ ഭാരത് ട്രെയിനുണ്ട്, വാട്സപ്പ് ഉണ്ട്, എയർപോർട്ടുണ്ട്, എല്ലാവിധ ഫെസിലിറ്റീസും ലോകത്തിലെ ഞാനൊക്കെ പണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ താഴെച്ചുവ പോയിട്ട് നമ്മൾ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏത് വിദേശ രാജ്യത്തും കാണുന്ന അതുപോലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളും എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇച്ഛാശക്തിയുള്ളവർക്ക് കഠിനാധ്വാനം ചെയ്യാമെങ്കിൽ അതുപോലെ ഈശ്വരൻ്റെ കൃപ ധാരാളം ലഭിക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തികളും ചെയ്യുന്ന ബി കോഡ്സിനെ പോലുള്ള സാരഥി എന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ വളരെയധികം അവസരങ്ങൾ മുമ്പോട്ടുണ്ട്. ബിക്കോസ് കണ്ണൂർ ഈസ് പോയിസ് ഫോർ എ ലീപ് ഫോർവേഡ് വിത്ത് ഓൾ ദി ഇൻഫ്രാസ്ട്രക്ചർ അഹെഡ്. അപ്പം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ആർക്കിടെക്ട് അസോസിയേഷൻ്റെ വേദിയിൽ മേയർ വന്ന് പല പദ്ധതികളും ഞങ്ങൾ കൈകോർത്ത് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് എന്നെ നേരിട്ടറിയാം. അതുപോലെ റോട്ടറി ക്ലബിൻ്റെ പല പ്രസ്ഥാനങ്ങളും, ഇപ്പോൾ ഡയാലിസിസ് സെൻറ്റർ അതുപോലെയൊക്കെ ഉള്ളത് കണ്ണൂർ കോർപ്പറേഷൻ്റെ സഹകരണത്തോടെ നമ്മൾ വൻ പ്രവർത്തികളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അദ്ദേഹം ഇവിടെ വന്ന് ഈ സദസ്സിനെ ധന്യമാക്കിയത് എനിക്ക് വളരെയധികം സംതൃപ്തി തന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദീപാവലിയുടെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി ബി കോഡ്സിൻ്റെ സ്റ്റാഫ് മെമ്പേഴ്സിനെ ആദരിക്കുകയാണ്. മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച സ്റ്റാഫ് മെമ്പേഴ്സിനെ ഈ ഒരു ധന്യമുഹൂർത്തത്തിൽ ആദരിക്കുകയാണ്. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് സുധീഷ് ആദരവേറ്റ് വാങ്ങുന്നതിന് വേണ്ടി സുധീഷ് അദ്ദേഹത്തെയും അതുപോലെ തന്നെ അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് യു മോഹൻ സാറിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സുധീഷ്. നിറഞ്ഞ കൈയടി എല്ലാവരും ചേർന്ന്. ഏതൊരു സ്ഥാപനത്തിൻ്റെയും വിജയം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ഒപ്പം തന്നെ അവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സ് ആയിരിക്കും. ബി കോഡ്സിനൊപ്പം നിന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച സ്റ്റാഫ് മെമ്പേഴ്സിനെയാണ് ഈ ഒരു വേദിയിൽ വെച്ച് ആദരിക്കപ്പെടുന്നത്. ആദ്യമായി മെമറ്റോ നൽകുന്നു അഡ്വക്കേറ്റ് യു മോഹൻ സർ. ഏറ്റുവാങ്ങുന്നത് സുധീഷ്. അടുത്തതായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ജെനിഷ. പ്ലീസ് വെൽക്കം ജെനിഷ. അടുത്തതായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ആര്യ. ലെറ്റ്സ് വെൽക്കം സ്വാതി. ബി കോഡ്സിൻ്റെ ഈ ഒരു 5th ആനിവേഴ്സറി സെലിബ്രേഷനിൽ 5 വർഷത്തെ ആ ഒരു പ്രവർത്തന മികവിൽ പങ്കാളികളായിട്ടുള്ള ജീവനക്കാരെ ആദരിക്കുകയാണ്. സ്വാതിക്കുള്ള ഒരു അനുമോദനം ഈ ഒരു അവസരത്തിൽ നൽകുകയാണ്. അടുത്തതായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് അനുഗ്രഹ. പ്ലീസ് വെൽക്കം അനുഗ്രഹ. ഈ ഒരു മൊമെന്റോ നൽകുന്നതിന് വേണ്ടി എത്രയും ബഹുമാനപ്പെട്ട സുരേഷ് ബാബു സർ അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹയ്ക്ക് ഈ ഒരു മൊമെന്റോ നൽകുന്നതിനായി. അടുത്തതായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് അമ്പിളി. പ്ലീസ് വെൽക്കം അമ്പിളി. അമ്പിളിക്ക് മൊമെന്റോ നൽകുന്നതിന് വേണ്ടി യതീന്ദ്രൻ സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് മുബഷീന. പ്ലീസ് വെൽക്കം. മുബഷീനയ്ക്ക് മൊമെന്റോ നൽകുന്നതിന് വേണ്ടി മേയർ അഡ്വക്കേറ്റ് യു മോഹൻ സർ പ്ലീസ്. അടുത്തതായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ആകാശ്. പ്ലീസ് വെൽക്കം ആകാശ്. ആകാശിന് ജോർജ് സാറാണ് ഈ ഒരു മൊമെന്റോ നൽകുന്നത്. നിറഞ്ഞ കൈയടി എല്ലാവരും ചേർന്ന്. അടുത്തതായി അർജുൻ ഈ ഒരു മൊമെന്റോ നൽകുന്നതിന് വേണ്ടി പ്രദീപ് അദ്ദേഹത്തെ സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി അർജുൻ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അർജുനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഷക്കീറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു അവാർഡ് നൽകുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ പ്രപഞ്ച് ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ പ്രപഞ്ച് അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിറഞ്ഞ കൈയടിയോടെ. അടുത്തതായി മൊമെന്റോ നൽകുന്നതിന് വേണ്ടി പ്രസാദ് സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഫഹദ് പ്ലീസ് വെൽക്കം.
അടുത്തതായി അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സംഗീതിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബി കോഡ്സിൻ്റെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്കുള്ള അനുമോദനമാണ് ഈ ഒരു അവസരത്തിൽ നൽകുന്നത്. സംഗീതിന് അവാർഡ് നൽകുന്നത് ജോർജ് സാറാണ്. പ്ലീസ്. അടുത്തതായി അവാർഡ് നൽകുന്നതിന് വേണ്ടി രാജേഷ് ചെറുമണലിൽ അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം. ഓക്കെ, അടുത്തതായി അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഗംഗയെ ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവാർഡ് നൽകുന്നതിന് വേണ്ടി സുരേഷ് ബാബു ഇളയാവൂ സാറിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് മിജിൻ. പ്ലീസ് വെൽക്കം മിജിൻ. മിജിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവാർഡ് നൽകുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട പ്രസാദ് സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മിജിനെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹാദരം ക്ഷണിക്കുന്നു. ബി കോഡ്സിൻ്റെ 5 വർഷത്തെ ഈ ഒരു പ്രവർത്തന മികവിൽ പങ്കുചേർന്ന സ്റ്റാഫ് മെമ്പേഴ്സിനെയാണ് ഈ ഒരു അവസരത്തിൽ ആദരിക്കുന്നത്. അടുത്തതായി അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് സുനിത. പ്ലീസ് വെൽക്കം സുനിത. അവാർഡ് നൽകുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനത്തോടെ യതീന്ദ്ര മാഷിനെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി അവാർഡ് നൽകുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട സൂരജ് വിജയൻ, അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കിരൺ. അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കിരണിനെയും അവാർഡ് നൽകുന്നതിന് വേണ്ടി ഡോക്ടർ സൂരജ് സാറിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അമൽ, അദ്ദേഹത്തെ സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു അവാർഡ് നൽകുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട ഷീജ, പ്ലീസ് വെൽക്കം. അടുത്തതായി അഭിനവിനെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അവാർഡ് നൽകുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട മേയറെയും സ്നേഹാദരം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ബി കോഡ്സിന്റെ തുടക്കം മുതൽ ഒപ്പമുണ്ടായിരുന്നവരെയാണ് അടുത്തതായി ആദരിക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ബിജു. പ്ലീസ് വെൽക്കം ബിജു. അദ്ദേഹത്തെ ഈ ഒരു സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയും അവാർഡ് നൽകുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹൻ സാറിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബി കോഡ്സിന്റെ തുടക്കം മുതൽ ഒപ്പം നിന്നവരെയാണ് ആദരിക്കുന്നത്. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ബൈജു. പ്ലീസ് വെൽക്കം ബൈജു. അടുത്തതായി അവാർഡ് നൽകുന്നതിന് വേണ്ടി പ്രസാദ്, അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം. അവാർഡ് നൽകുന്നതിനായി പ്രസാദ് സാറിനെ സ്നേഹാദരം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബി കോഡ്സിന് തുടക്കം മുതലൊപ്പം നിന്ന പ്രസാദ്, അദ്ദേഹത്തെ സ്നേഹാദരം ക്ഷണിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അടുത്തതായി സുചിയെ ഏറ്റവും സ്നേഹത്തോടെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹൻ സാറിനെയും സ്വാഗതം ചെയ്യുന്നു. അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് സുചി. പ്ലീസ് വെൽക്കം. അടുത്തതായി അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വസന്തൻ, അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അവാർഡ് നൽകുന്നതിനായി ഏറ്റവും ബഹുമാനപ്പെട്ട നിഖിൽ ആൻഡ് പ്രഷിദ്, രണ്ടുപേരും ചേർന്ന് ഈ ഒരു അവാർഡ് നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വസന്തൻ. അടുത്തതായി അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് രാജേഷ്. അവാർഡ് നൽകുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹൻ സാറിനെയും സ്നേഹാദരം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തതായി ബി കോഡ്സിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരൂപ് സാർ, ശ്രീചന്ദ്ര ഹോസ്പിറ്റലിലെ നിരൂപ് സാർ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ ക്ലിപ്പ് കാണാവുന്നതാണ്. ലെറ്റ്സ് പ്ലേ ദ വീഡിയോ. 5ാം വാർഷികം ആഘോഷിക്കുന്ന ബി കോഡ് എൻജിനീയേഴ്സ് ആൻഡ് ഡിസൈനേഴ്സിന് എൻ്റെ എല്ലാവിധ ആശംസയും. അതോടൊപ്പം ഇവർ പുതുതായിട്ട് ആരംഭിക്കുന്ന ബി ഫിൽ ഇൻറ്റീരിയേഴ്സ്, അതിൻ്റെ ലോഞ്ചിങ്ങും ഇന്ന് നടക്കുകയാണല്ലോ.
നേരിട്ട് വരാത്തവരുടെ വിഷമം അറിയിക്കുന്നതോടൊപ്പം എല്ലാവിധ ആശംസ ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളുന്നു. കേരളത്തിലെ അകത്തും പുറത്തുമായി നിരവധി വർക്കുകൾ വിജയിപ്പിച്ചിരിക്കുന്ന കഴിഞ്ഞ 5 വർഷക്കാലമായി കണ്ണൂരിൽ അറിയപ്പെടുന്ന സ്ഥാപനമായി നിലനിൽക്കുന്ന ബികോണിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസയും. താങ്ക് യു സോ മച്ച്. അടുത്ത ഈ ഒരു ചടങ്ങിന് നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ബികോൺസ് മാനേജിംഗ് ഡയറക്ടർ പ്രഷിത് KC. പ്ലീസ് വെൽക്കം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എന്താ പറയണ്ടേ, സന്തോഷവും ഒരുപാട് അഭിമാനവും ഒക്കെ തോന്നുന്നു. ഇപ്പം ഞാനൊരു 5 വർഷം പുറകിലേക്ക് നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് വെക്കുക. അപ്പോൾ 5 വർഷം മുമ്പ് ഏകദേശം ബികോഴ്സ് തുടങ്ങുന്നത് ഞാനും ചേച്ചിയും പരിചയപ്പെടുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടുള്ള പരിചയമാണ്, ഏകദേശം ഒരു 5 വർഷത്തെ പരിചയമുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്ക് എന്താ പറയുക, ഒരു സഹപ്രവർത്തക എന്ന രീതിയിലല്ല, എനിക്കെൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ്. പിന്നെ ചേച്ചീൻ്റെ ഹസ്ബൻഡ് പ്രദീപേട്ടനും എൻ്റെ ബ്രദർ തന്നെയാണ്. പിന്നെ പ്രദീപേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ ബികോഡ്സ് ഉണ്ടായത് പ്രദീപേട്ടൻ കാരണമാണ്. പ്രദീപേട്ടൻ്റെ ഒരു സപ്പോർട്ട്, കാരണം നമ്മളെ കഴിവ് മനസ്സിലാക്കി ചേച്ചീൻ്റെ ആയാലും എൻ്റെ ആയാലും ആ ഒരു സപ്പോർട്ട് നമ്മൾ എന്താ പറയുക, തുടങ്ങുന്ന സമയത്ത് എല്ലാവിധം നിങ്ങളെ കൊണ്ടാവും എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്തത് പ്രദീപേട്ടനായിരുന്നു. അപ്പോൾ പ്രദീപേട്ടനൊരു വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഫാമിലിയിൽ നിന്ന് എന്തായാലും എൻ്റെ ഫാമിലിയിൽ നിന്ന് എൻ്റെ അച്ഛനും നല്ലൊരു സപ്പോർട്ടീവായിട്ട്, അച്ഛനിപ്പോൾ ഏത് കാര്യത്തിനായാലും അച്ഛൻ നല്ലൊരു സപ്പോർട്ടീവാണ്. പിന്നെ എടുത്തു പറയേണ്ടത് പിന്നെ അമ്മയ്ക്ക് പേടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇമോഷണലായി പോകും. ഇപ്പം ഞാൻ എന്ത് തീരുമാനം എടുക്കുന്ന സമയത്ത് എന്ത് പൊട്ടത്തരായി പോകും എന്നുള്ള ഒരു പേടിയുണ്ട് അമ്മക്ക്. അതുകൊണ്ട് അമ്മയ്ക്ക് എപ്പോഴും പേടിയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ശ്രുതിയാണ്, എൻ്റെ വൈഫ്. അപ്പോൾ ശ്രുതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രുതി പറഞ്ഞു, ഇപ്പം നമ്മളൊരു അത്യാവശ്യം നല്ലൊരു സാലറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് പിന്നെ നമ്മൾ പുതിയൊരു കമ്പനി എന്നുള്ളൊരു ചിന്ത വരുന്നത്. അപ്പം ശ്രുതി പറഞ്ഞു, നമുക്ക് എന്തായാലും കുഴപ്പമില്ല, എന്തായാലും നമുക്ക് നേരിടാമെന്നുള്ള ഒരു സപ്പോർട്ട് ശ്രുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രുതിയും ഒരു കയ്യടി അറിയിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഞാനും ചേച്ചിയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം വർക്ക് ചെയ്യാനാണെങ്കിലും സൈറ്റിൽ പോകുന്നത് ഞാനായിരിക്കും മിക്കവാറും. പിന്നെ ചേച്ചി ഓഫീസിലായിരിക്കും. അപ്പം ഞാൻ സൈറ്റിൽ പോവും, ഓഫീസിൽ പോകാം. പിന്നെ അതിന് ശേഷമാണ് വർക്ക് കൂടിയ സമയത്ത് അത് ഒരാളെ എടുത്തു, പിന്നെ 2 പേരായി, പിന്നെ 2 4ആയി, 4 8ആയി, 8 10ആയി, 10 20ആയി, ഇന്ന് ഈ കാണുന്ന ഈ സ്ട്രെങ്ത്തിലേക്ക് എത്തി നിൽക്കുന്നത് 5 വർഷം കൊണ്ട്. അപ്പോൾ 5ാമത്തെ വർഷം നമ്മൾ പുതിയ സംരംഭം, അതായത് ബീഫിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയണ്ടേ, ഫാക്ടറി, ഒരു ഇൻറ്റീരിയറിൻ്റെ ഫാക്ടറി പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കാട്ടാമ്പള്ളിയാണ് ഫാക്ടറി വരുന്നത്. അപ്പോൾ പുതിയ അത്യാധുനിക മെഷീനെല്ലാം വെച്ചിട്ട് കട്ടിങ്ങും അങ്ങനെയുള്ള ഇൻറ്റീരിയറിൻ്റെ പുതിയ നമ്മൾ ഫേർണിച്ചറിനെല്ലാം വേണ്ടിയിട്ടുള്ള പുതിയ മെഷീനറി. അപ്പോൾ ബികോഡ്സ് തുടങ്ങി 5ാമത്തെ വർഷം തന്നെ നമുക്ക് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. പിന്നെ ആദ്യമായി നമ്മുടെ ഈ പ്രോഗ്രാം ഇനോഗ്രേഷൻ ചെയ്തിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ ടി.ഒ. മോഹനൻ സാറിന് ഈ തിരക്കിനിടയിലും അദ്ദേഹം വന്നു നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തിന് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ലോഗോ പ്രകാശനം ചെയ്തിട്ടുള്ള സുമേഷ് സാറിന്, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള അഴീക്കോട് MLA ആണ്, അദ്ദേഹത്തിനും എൻ്റെ പേരിലും ബികോഡ്സിൻ്റെ പേരിലും ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. നമ്മളെ വിശിഷ്ടാതിയായിട്ട് എത്തിയിട്ടുള്ള സുരേഷ് ബാബു സാറ്, നമ്മുടെ പ്രസാദ് സാറ്, ആർക്കിടെക്റ്റ് ജോർജ് സാറ്, ജഷ്മ നമ്മളെ വ്ളോഗർ, നമ്മൾ സുഹൃത്തും കൂടിയാണ്. അപ്പം ജഷ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ രാജേഷ് സാർ, നമ്മൾ ബികോഡ്സിൻ്റെ എല്ലാ അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിയാണ് നമ്മൾ ആ ഒരു എന്താ പറയണ്ടേ, ഒരു അടുക്കും ചിട്ടയിലും കൊണ്ടുവന്ന ഒരാൾ. അപ്പോൾ രാജേഷ് സാറിനും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ ആശംസ അറിയിച്ച് സംസാരിച്ച
എല്ലാവർക്കും ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും തിരക്കുണ്ടാവും. യതീൻ സാറ്, ഡോക്ടർ പ്രപഞ്ച് സാറ്, പിന്നെ BNI മെമ്പേഴ്സ് തന്നെ ഉണ്ട്, അവരെ വിട്ടുപോകാൻ പാടില്ല. ഇപ്പോൾ 2 ചാപ്റ്റേഴ്സിലുള്ള ആൾക്കാർ ഇവിടെയുണ്ട്, നാവിഗേറ്റേഴ്സിലും ഡാസിലും ഉള്ള ആൾക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ അവർക്കും ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പേരിലും ബികോഡ്സിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ സുഹൃത്തുക്കൾക്കും അതിഥികൾക്കും ബന്ധുക്കൾക്കും എല്ലാം ഞാൻ നന്ദി പറഞ്ഞ് എൻ്റെ ഈ കർത്തവ്യം ഈ ചടങ്ങ് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബികോഡ്സ് എഞ്ചിനീയേഴ്സ് ആൻഡ് ഡിസൈൻ സ്റ്റുഡിയോ 5th ആനിവേഴ്സറി സെലിബ്രേഷനും അതുപോലെ തന്നെ ബിഫിൽ ഇൻറ്റീരിയേഴ്സ് ആൻഡ് ലോഗോ അൺവീലിംഗ് ചടങ്ങുമാണ് ഇന്നിവിടെ കഴിഞ്ഞിരിക്കുന്നത്. എത്രയും സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഇന്നത്തെ ഈ ഒരു ഇവൻറ്റ് കളർഫുള്ളാക്കിയത് എസ്ക്രോ ഇവൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ മീഡിയ പാർട്ട്ണറായി എത്തിയിരിക്കുന്നത് പ്രൈം 21 ചാനലാണ്. എസ്ക്രോ ഇവൻറ്റ്സ് എല്ലാ പരിപാടികളും ഭംഗിയായി ചെയ്തു നൽകുന്ന എസ്ക്രോ ഇവൻറ്റ്സ് ആണ് ഇന്ന് ഈ ഒരു പരിപാടിയും ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. സെലിബ്രിറ്റി മാനേജ്മെൻറ്റ് അടക്കമുള്ള പരിപാടികൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എസ്ക്രോ ഇവൻറ്റ്സ് പ്രവർത്തിക്കുന്നത് തളാപ്പ് കാസ മറീന കോംപ്ലക്സ് 3rd ഫ്ലോറിലാണ്.